ഞാൻ അവനെ നല്ലപോലെ ഉപദേശിച്ചു. എന്ത് ഭാവിച്ചാണോ എന്തോ അവൻ്റെ നടപ്പ്. ഒരു കാര്യവും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാലേ. ആര്? എടി ആ കോമളനില്ലേ, അവൻ്റെ ഭാര്യ വന്നിട്ട് എന്നോട് പരാതി. അവൻ വീട്ടിൽ ചിലവിന് കൊടുക്കണില്ല, വീട്ടുകാര്യം നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ട പരാതിയും കരച്ചിലും ഒക്കെ ആയിട്ട് എന്നെ വന്ന് കണ്ട് പാർട്ടി ഓഫീസിൽ. ഞാൻ നീ പറയാനുള്ളത് പറയണം. കളിക്കല്ലേ നീ. എന്തിനാ ക്ലീറ്റെങ്കിലും തള്ളണേ? കോമളന്റെ ഭാര്യ നിങ്ങളോട് വന്ന് പരാതി പറഞ്ഞെന്ന്. പിന്നെ ഞാനല്ലേ പാർട്ടിയുടെ മെയിൻ ആൾ. അപ്പൊ പിന്നെ എൻ്റെ അടുത്ത് ഒന്ന് പരാതി പറയില്ലേ? എൻ്റെ അണിയല്ലേ അവൻ. എന്ത് പറഞ്ഞു കൊടുത്ത് പ്രതിവിധി? അല്ല, ഞാൻ പറഞ്ഞു മോളെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോ. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പ്രതിവിധി പറയട്ടെ. അവളെ 2 ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്ത്. എന്തിന്? അവളുടെ എല്ലാ പരാതിയും മാറും. അവളെക്കാളും കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾ അവള് കണ്ടിട്ടില്ലേ? കളിക്കല്ലേ. തുടങ്ങി, ഇന്നത്തെ വട്ട് തുടങ്ങി. കഴിഞ്ഞ ആഴ്ചയും കൂടി അവിടെ പ്രശ്നം ഉണ്ടായതേ ഉള്ളൂ. വേണ്ട അടിയും പോളോ ആയിരുന്നു. കുറെ എണ്ണത്തിനെ പിടിച്ച് അകത്ത് വിട്ടിട്ടുണ്ട്. അവിടെ മറ്റേ പഴകിയ ഫുഡ് കൊടുത്ത് ഒരു ടീം വന്നിട്ട് അത് വാങ്ങിച്ച് കഴിച്ചു. അവന്മാര് പ്ലേറ്റ് എടുത്ത് തറയടിച്ച് തിരിച്ച് വെയിറ്റർ തലക്കടിച്ച് അങ്ങനെ. അവിടെയല്ല ശരിക്കുള്ള ദുബായ്. ഞങ്ങള് ഹോട്ടലിൽ കഴിക്കാൻ പോണതല്ല. ദുബായ് റെസ്റ്റോറന്റ് അല്ലേ? അല്ല, ദുബായില്ലേ ശരിക്കും അറബി. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പകല് കിടന്ന് ഉറങ്ങരുത്. അപ്പൊ ഇങ്ങനെ പല സ്വപ്നമാണ്. ഇത് ഉറങ്ങിയതല്ല, ശരിക്കും അറബി ഒട്ടകമൊക്കെ ഉള്ള ദുബായിൽ പോകും ഞാൻ. ഗൾഫില് എന്തിനു പോണ്? അതൊന്നും ഓർമ്മയില്ലേ? കഴിഞ്ഞ വർഷം നമ്മുടെ കേശവും കുഞ്ഞച്ചനും ഭാര്യയും പോയില്ലേ, മറ്റേ സിമന്റ് കൂടുതൽ വിറ്റേന്. ഇത്തവണ അവരുടെ പാസ് എനിക്ക് തരും. അത് കഴിഞ്ഞ തവണ അവര് പോയപ്പോ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞു, കുഞ്ഞിച്ച അടുത്ത തവണ ടിക്കറ്റ് കിട്ടാനേ എനിക്ക് എന്നെന്ന്. അപ്പൊ എന്നോട് ഏട്ടനോട് പൊക്കോളാൻ പറഞ്ഞു. അല്ല, പിന്നെ അങ്ങനെ വേറൊരാളിലുള്ള പാസിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോവാൻ പറ്റില്ല? പോവാൻ പറ്റും. കപ്പിൾ ടിക്കറ്റ് ആണ്, ഭാര്യയ്ക്കും ഭർത്താവിനും പോവാം. പോണവരൊക്കെ പൊക്കോട്ടെ, നിങ്ങൾ പോണ്ടെന്നാട്ടോ എന്റെ അഭിപ്രായം. അതൊന്നും ശരിയല്ല. ശരിയല്ല, ദുബായി പോണതോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ സംസ്കാരമൊന്നും അല്ല അവിടെയൊക്കെ. അതൊന്നും നല്ല കാര്യങ്ങളിൽ പെടുന്നതല്ല. അയ്യേ, അതിനെന്തിനാ സംസ്കാരം? ഞാൻ അവിടെ സ്ഥലം കാണാൻ പോവല്ലേ, അറബിനെ ഒട്ടകത്തിനെ ഒക്കെ കാണാം. അതാ കുഴപ്പം. നീ അവിടെ ചെന്ന് നീ അന്തക്കേട് കാണിക്കാം. അവര് പിടിച്ച് പോലീസ് മറ്റേ ലോക്കപ്പിൽ കൊണ്ടുവന്നിട്ട്. അറബി അറിയാമോ? ഇല്ല. പഴയതുപോലെ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാലേ പണി കിട്ടും. അങ്ങനെയൊന്നും വേണ്ട, കുഞ്ഞച്ച മലയാളം മാത്രമേ പറയുള്ളൂ. എന്നിട്ട് പോയല്ലോ. കുഞ്ഞച്ചൻ പോയ പോലെ അല്ല നിങ്ങള്. കുഞ്ഞച്ചൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ആളായിരിക്കും. അത് തന്നെ. ഈ പൊട്ടിക്ക് വിമാനത്തിൽ കയറാൻ അറിയാവോ? അതല്ലേ വിമാനത്തിൽ കയറണ കാര്യം ഓർത്തിട്ടുണ്ടല്ലോ. എനിക്കിത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ആന്തലാ. ഇങ്ങനെ ആന്തൽ വന്ന് കത്തി അങ്ങ് പോകും. അതിനകത്ത് ഇരിക്കുമ്പോണ്ടല്ലോ ഇത് നമ്മളെ വലിച്ചോണ്ട് പൊങ്ങണ സമയത്ത് ഈ ഒരു ആന്തലം ഉണ്ടാവും. എന്റെ മോളെ, അത് വേറൊരു കാര്യം. കൈവിട്ട കളിയാണ്. താഴെയല്ല മേളിലും അല്ല, അറിയല്ല. അതല്ലേ നല്ല രസമായിരിക്കില്ലേ ഇങ്ങനെ മാനത്ത് കൂടി മേഘങ്ങളൊക്കെ കാണാന്ന് ഇങ്ങനെ അടുത്തടുത്തടുത്ത്. അത് ഈ പോകാത്തവർക്ക് ഭയങ്കര ഇങ്ങനെ ആകാംക്ഷയാണ്. അതിനകത്ത് കേറി ഇരിക്കണം. നമ്മളെ ഒരു കുടിസ് മുറിക്കകത്തിട്ട് കൊണ്ട് പിടിച്ച് കെട്ടി ഇരുത്തിയ പോലുള്ള ഇരിപ്പാ. സത്യം പറഞ്ഞ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും സമാധാനമായിട്ട് പോകാൻ പറ്റൂല. ഓ ക്ലീറ്റോ ചേട്ടാ കൊള്ളം പറയില്ലേ. ക്ലീറ്റോ ചേട്ടാ ഇതുവരെ പോയിട്ടില്ലല്ലോ. ആര്? ഞാൻ പോയിട്ടില്ല. ഡൽഹിയിലൊക്കെ പാർട്ടി പരിപാടിക്ക് പോയിട്ട് തിരിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിലല്ലേ വന്നത്. പിന്നെ ശരിയാ, വെറുതെ പറയണ. കുഞ്ഞച്ചന്റെ കൂടെ കുഞ്ഞമ്മ പോയില്ലേ കഴിഞ്ഞാണോ? ഓ കുഞ്ഞമ്മ വന്ന് പറയണ കേട്ടിട്ട് എനിക്ക് കൊതിയായിട്ട്. ഞാൻ പറഞ്ഞുതരാം സംഭവം. അവർക്ക് ഇപ്രാവശ്യം കൂടെ പോവാൻ പേടിയായോണ്ട് എവരെ മണ്ടക്ക് വെച്ചാ. ഞാനും ഏട്ടനും എന്തായാലും വേണ്ടോ. ഞാൻ പറയണ കേട്ടോ, നല്ലതിനല്ലാതെ. മാത്രമല്ല ഇപ്പോഴും ഈ ദുബായ് ഇതിലുണ്ടല്ലോ റൂട്ടില് പക്ഷികൾ ഭയങ്കര ഇടിയുണ്ട്. വിമാനത്തിൽ വന്ന് ഇടിച്ചിട്ട് ഇപ്പൊ തന്നെ ഇടയ്ക്ക് 1-2 ആക്സിഡന്റ് ആയി. അയ്യോ, ആ മുഖം കണ്ടാലേ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നിനക്ക് ധൈര്യം ഉണ്ടല്ലോ. എല്ലാം മതി പഠിക്കും. ഈ ചിരിയും കളിയൊക്കെ പോകും. ഇറങ്ങിയ എന്തെന്നാണ് ഈ കാണിക്കണത്? നീ എങ്ങനെ ദുബായി പോവും? എന്താ നിനക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ. അതൊക്കെ വേഗം ശരിയാക്കണം. നാളെ തൊട്ട് ഏട്ടാ ഓഫീസിലൊന്നും പോകണ്ട. ഇതൊക്കെ വേഗം ശരിയാക്കണം. പാസ്പോർട്ട് കുഴപ്പമില്ല, താൽക്കാലിൽ അടിച്ച ബാങ്ക് കിട്ടും. താൽക്കാലിൽ കൊടുത്ത ബാങ്ക് കിട്ടും പാസ്പോർട്ട്. എനിക്ക് അതായിരുന്നു ടെൻഷൻ. ഒക്കെ ശരിയാക്കണോന്ന്. അടിച്ചല്ലോ ഞാൻ മതി.
ആളുകൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഒന്ന് ദുബായി പോയി വന്ന. ഇതിപ്പോ 10 പൈസ മുടക്കില്ലാതെ രണ്ടാക്കും പോകാൻ പറ്റിയില്ലേ? അതെ, ഇവളുടെ മറ്റേ കേശവകുഞ്ഞുണ്ടല്ലോ, ഇങ്ങനെ സഞ്ചരിക്കാത്ത രാജ്യങ്ങളിലിടൂ. കഴിഞ്ഞ വർഷം ഞങ്ങളോട് പറഞ്ഞാലേ പോവാന്ന്, ഏതായാലും ഈ വർഷം നടന്നു. അതെ ജമന്തി, ഇവിടെ ആർക്കെങ്കിലും സിമെന്റ് വേണമെങ്കിൽ ഞാൻ പുള്ളിക്കാരന്റെ കടയിലേക്ക് പറഞ്ഞു വിടാം. അപ്പൊ അടുത്ത കൊല്ലത്തെ ഒരു ചാൻസ് എനിക്ക് തരണം. അയ്യടാ, അടുത്ത ചാൻസ് ചിലപ്പോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ടായിരിക്കും. അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടി പറക്കും അല്ലേ ഏട്ടാ? എന്റെ പൊന്നേ, അതെ നീ ദുബായ് ചെല്ലുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെയൊക്കെ ലൈൻ കമ്പി മണ്ണിന്റെ അടിയിൽ കൂടിയാന്നാ പറയണ. അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി പഠിച്ചു വരണം. എന്നിട്ട് അത് അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇല്ല, നമുക്ക് ഗുണം ചെയ്യും അതൊക്കെ. പക്ഷെ നീ ഇവിടെ വരേണ്ടതായിരുന്നടാ. അതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പാസ്പോർട്ട് ഇല്ലാത്തതല്ലേ, ഉള്ള ഒഴിവാക്കിയാലോ. നിങ്ങൾ എന്നെ കൂടെ അത് പോ, ഞങ്ങൾ രണ്ടുപേരും കൂടി പോവും. പോയിട്ടോ എന്നാ നീ വിട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ കാര്യം പറയട്ടെ. നീ നേരത്തെ ഞാനൊന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഞാനൊന്ന് ആലോചിച്ചു. ശരിയാവില്ല. നീ പറ, എന്തോ ഓർമ്മിച്ചേ? മറന്നുപോയി. ഓ, മറക്കാനോ? അല്ല അല്ല, മറന്നില്ല. പറയ്. ഞാൻ പെട്ടെന്ന് തലറിഞ്ഞു വീഴാം. എന്നിട്ട് ക്ലീറ്റ പറയണ എനിക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് പറയണം. അപ്പൊ അമ്മേനെ നോക്കാൻ ആളില്ല, അപ്പൊ അവർക്ക് പോകാൻ പറ്റില്ല. പിന്നെ എന്നിട്ടാണ് അവർ അതും കൂടെ അതിന്റെ സന്തോഷം കൂടെ ദുബൈയിൽ ആഘോഷിക്കുന്നത്. നിനക്ക് സുഖമില്ലാത്ത തന്നെ കൂടെ, അമ്മയ്ക്ക് സുഖമില്ലാതെ അറിഞ്ഞൂടെ അവർക്ക്, എന്നിട്ട് അവർ പോണില്ലേ? നടക്കില്ല. ക്ലീറ്റ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക. ക്ലീറ്റ സമാധാനം എന്താ? ഞാൻ സംഗതി കിട്ടി. അത് മതി, അത് മതി, അത് കൊള്ളാം. എന്ത്? നിന്റെ ആങ്ങളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്താ? എടീ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നമ്മുടെ രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് കുറെ ദിവസത്തേക്ക് പോകുമ്പോ അവന് ലീവ് വേണ്ടേ? പിന്നെ ലീവ് എടുക്കാണ്ട് പോകാൻ പറ്റുമോ ക്ലീറ്റ? അവന് ലീവ് അവന് കിട്ടണ്ടേ? വേണ്ടേ? ലീവ് പിന്നെ വേണ്ടാതെ പിന്നെ പോകാൻ പറ്റുമോ? അതിന് ലീവ് കിട്ടണ്ടേ അവന്? അതൊക്കെ കിട്ടും, അവൻ ലീവൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ ആ ലീവ് കിട്ടാതാക്കാനുള്ള വഴി എനിക്കറിയാം. സത്യം സത്യം. പിന്നെ എന്തിനാണ് ഞാൻ ഈ രാഷ്ട്രീയ കുപ്പായിട്ട് മീശ വെച്ച് നടക്കുന്നത്? അവന്റെ പോക്ക് ഞാൻ മുടക്കിത്തരാം. മുടക്കണം ക്ലീറ്റോ, മുടക്കും. അല്ലെങ്കിൽ പിന്നെ ക്ലീറ്റോ എന്തിനാണെന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. അല്ലെങ്കിൽ അറിയാലോ. എന്തോന്ന്? ഉത്തരം തങ്കം. ഓ, ക്ലീറ്റോന് പിന്നെ തങ്കം ഉണ്ടാവൂല. പിന്നെ നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് നീ ജനിച്ചപ്പോഴുള്ള ഉത്തരമല്ല, അത് ക്ഷയിച്ചിരിക്കുകയാണ്. ഇനി അതിൽ കയറി എങ്ങാനും വല്ല വേല കാണിച്ചാൽ എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴും. പിന്നെ വേറെ വീട് അന്വേഷിക്കേണ്ടി വരും. എന്ത്? ഇത്രക്കും ഓരോ ഭാഗ്യമുണ്ട്, അവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പം എന്നെ എടുത്ത് നോക്ക്, എനിക്ക് എന്തിൻ്റെ കുറവാ? എവിടെ വേണേ പോവാലോ. പക്ഷെ സാധിച്ചോ? കല്യാണം കഴിച്ചിട്ടില്ല, ആഗ്രഹിച്ച പോലൊരു കുടുംബമില്ല. എത്ര ശ്രമിച്ചു ഞാൻ, കേരളത്തിൻ്റെ പുറത്തല്ല ഇന്ത്യയുടെ പുറത്തൊന്ന് പോവാൻ. നടന്നോ? അതാ ഓരോ സമയം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊന്നും ഇല്ലെങ്കിൽ അമ്മാവന് മനസമാധാനം ഉണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ദുബായിലോട്ട് പോകണം അത്ര നല്ലതല്ല. പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്, ഏത് നിമിഷവും തീവ്രവാദി ആക്രമണം ഉണ്ടാവും. ഒന്ന് പോടാ അവിടുന്ന്. അതിപ്പോ ഗൾഫില് മാത്രല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തില്ലേ തീവ്രവാദി ഭീഷണിയൊക്കെ. എത്ര മലയാളികളാണ് ഗൾഫിൽ ജീവിക്കുന്നത്? അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? ഇടി വെട്ടി മരിക്കാനേ യോഗം ഇവിടെ കിടന്നാൻ പറ്റാം. അവരൊക്കെ പേടിച്ച് അവിടെ നിൽക്കണം. എന്തായാലും പോയിട്ട് വന്നെന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവരിത് എവിടെ പോയി ഒന്ന് കണ്ടിട്ട് പോച്ച നേരത്രയായി? എങ്ങടെ പോയി? അത് ജമന്തിയുടെ പാസ്പോർട്ട് റെഡിയായി, അത് വാങ്ങിക്കാൻ പോയിരിക്കുക. അല്ല, അപ്പൊ കനകര പാസ്പോർട്ട് ഉണ്ടോ? ഓ, അത് പണ്ടങ്ങാണ്ട് അവന്റെ കൂട്ടുകാരൻ ഗൾഫിൽ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ എടുത്തതല്ലേ. അതൊന്നും ശരിയാവത്തില്ല. കാശ് ചെലവാക്കി പോവാനല്ല, ഫ്രീ ആയിട്ട് പോവാൻ അവന് യോഗം. എന്ത് യോഗം? അമ്മാവനൊക്കെ എന്താ വല്ല പ്രാന്തുണ്ട് അമ്മാവ? കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവളുടെ അച്ഛൻ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് കിടക്കുകയല്ലേ. ആ മനുഷ്യൻ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഓടിപ്പടഞ്ഞ് ഇങ്ങോട്ട് വരും? മക്കൾ അത് ചിന്തിക്കണ്ടേ? അതാ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണേന്നേ. വേറൊരു കാര്യം, മൊബൈൽ മോർച്ചറി പഴയ പോലെ ഒന്നുമല്ല, ഭയങ്കര വാടകയാണ്. അതുപോലെ 2 ദിവസത്തിൽ കൂടുതലൊന്നും ഇപ്പൊ തരൂല അതിൽ വെച്ചേക്കാൻ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നിങ്ങൾ അറാൻ പറ്റിയ വാക്കൊന്നും പറയരുത്. അല്ല, ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, മനുഷ്യന്റെ കാര്യമില്ലേ. മരുമോളെ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, അപ്പൊ മുഖം കറക്കും. വരണ്ടല്ലോ. മന്ത്രിയെ ഞാൻ ഡൽഹി പോയേക്കാ, വിളിച്ചിരുന്നു. മെസ്സേജ് അയച്ചു, പക്ഷെ റിപ്ലൈ കിട്ടിയില്ല. നിങ്ങളാരൊക്കെ ഗൾഫിൽ പോണോന്നോ അങ്ങനൊക്കെ അറിഞ്ഞപ്പോ ഇങ്ങോട്ട് പോന്നാടാ. അമ്മേ ശരിയായി, പാസ്പോർട്ട് കിട്ടിയാ? ഭാഗ്യം. അല്ല, എന്തോന്ന് കവറിൽ എന്തൊക്കെ? അതെ, ഞാൻ അവിടെ പോകുമ്പോ ഇടാൻ വേണ്ടിട്ട് 3-4
ജീൻസും ടീഷർട്ടൊക്കെ വാങ്ങി. ജീൻസ് ഇടാൻ പറ്റിയ ഒരു പ്രായം. നിനക്കൊന്നും നാണില്ലടാ? എന്താ കഴിഞ്ഞ തവണ കുഞ്ഞമ്മ ഗൾഫിൽ പോയപ്പോ ജീൻസ് ഒക്കെ ഇട്ടല്ലോ. 54 വയസ്സുള്ള കുഞ്ഞമ്മയ്ക്ക് ഇടാങ്ങി പിന്നെ എനിക്ക് ഇട്ടൂടെ? നിങ്ങളെ കുഞ്ഞമ്മ നല്ല വൃത്തി നല്ല ഭംഗിയുണ്ട് കാണാൻ. നീ ആ ഭൂഗോളം പോലെ ഉരുണ്ടായിരിക്കണത്. കനക ഞാനൊരു കാര്യം പറയാം, അച്ഛന്റെ പേര് കളയരുതിട്ടാ. ഉള്ള കാര്യം പറയണം. ഇവള് ജീൻസ് ഇട്ട് എങ്ങനെ അച്ഛന്റെ പേര് പോണ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞാ കേക്കണ്ടേ? ആയിക്കോട്ടെ. അല്ല അളിയോ, അളിയൻ 2 വെറുമടയും 2 ടീഷർട്ടൊക്കെ വാങ്ങിച്ച് കണ്ണാടിയൊക്കെ വെച്ചാൽ കോമാളി വേഷം കെട്ടി നടക്കാറുണ്ടല്ലോ. എന്തേ വാങ്ങിച്ചില്ലേ? അയ്യോ അത് കോമാളി വേഷമൊന്നുമല്ല. ഞാൻ നല്ല 2-3 ടീഷർട്ടും ബർമുടയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പറയും. അതെ, ടീഷർട്ടും ബർമുടി മാത്രമല്ല 2 കൂളിംഗ് ഗ്ലാസ് കണ്ണാടുണ്ട്. പിന്നെ അളിയാണ് അതൊക്കെ ഇട്ടാ പിന്നെ അസല് കോമാളിയാ. നിങ്ങൾക്കിത് എന്ത് കണ്ടിട്ടാ അമ്മാവത്ത് ഉള്ളണേ? ഇതിപ്പോ ഏത് ആക്രിക്കടക്കാരനും പോകാൻ പറ്റിയ സ്ഥലമുള്ളൂ ഈ ദുബായി എന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ. അതെ, ഒരു കാര്യം ചെയ്യും, 2 ആൾ കൂടി ഉടനെ ഒരു ആക്രി കച്ചവടം തുടങ്ങും. ഗൾഫിൽ പോവാലോ. ആക്രിക്കട തുടങ്ങാൻ പോകും. വേഗം ആയിക്കോട്ടെ. എന്നാലും ഞാൻ രക്ഷപ്പെട്ടെ. കനക, തങ്കത്തിനെ കൂടെ ഗൾഫിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അയ്യോ, എവിടെ? ഗൾഫിലോട്ട്. അയ്യോടാ, ഈ അമ്മക്ക് എന്തിന്റെ കേടാണ്? അമ്മാവന്റെ വിവരമില്ലല്ലോ അമ്മക്ക്. അതെ, പാസ്പോർട്ട് മാത്രം പോരാ, വിസ വേണം. ചാലക്കുടിക്കല്ല, ദുബായിക്കാ. അതൊക്കെ എനിക്കറിയാം. അല്ല, ഇപ്പോഴൊരു പാസ്പോർട്ട് എടുക്കാമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കയറ്റി അങ്ങ് വിടായിരുന്നു. എല്ലാം റെഡിയാക്കി കയറ്റി വിടാന്ന് പോമ്മേടുന്നു. ചായ അമ്മാന് ചായ. പിന്നെ അമ്മയ്ക്ക് ചായ. അല്ല, ഞാനും അങ്ങോട്ടൊന്ന് വരുന്നു. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. വിഷമമുണ്ട് അവൾക്ക്. അതൊന്നും സാരില്ല, അതൊക്കെ ആദ്യത്തെ ഒരു ഇത് മാത്രമുള്ള അമ്മാവ. അങ്ങനെ നീ ഇങ്ങനെ നോക്കണ്ട. 2 കൂടെ ദുബായ് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങട്ട്. അവിടെ അറബിയിൽ ചോദ്യം ചെയ്ത് 2നെയും തിരിച്ച് അതേ ഫ്ലൈറ്റ് കയറ്റിയിട്ടുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം. ഒന്നിങ്ങോട്ട് വേഗം വാ, കാറ് വന്നൊക്കെ തുടങ്ങിയിട്ട് സമയത്രയായി. അച്ഛനോട് പറഞ്ഞിട്ട് വരും മക്കളെ. മതി മതി, ഇപ്പൊ പ്രാർത്ഥിക്കൊന്നും വേണ്ട. ഇവിടെ നടക്കണൊക്കെ എന്റെ അച്ഛൻ അറിയുന്നുണ്ട്. അമ്മേ, അമ്മയ്ക്ക് ഞാൻ ദുബായിന്ന് മുട്ടുവേനക്കുള്ള മരുന്ന് കൊണ്ടുവരാവേ. അത് പറഞ്ഞപ്പോഴാ മക്കളെ, എനിക്കൊരു വിക്സും കൂടെ വാങ്ങിച്ചോണ്ട് വരണം കേട്ടാ. നല്ലൊരു വിക്സ്. വിക്സ് ഇവിടെ കിട്ടില്ല അമ്മ. അല്ലല്ല, അവിടുത്തെ വിക്സ് വേണം. കൊണ്ടുവരാം. പിന്നെ വേറെന്താ? ഇറങ്ങാൻ നോക്കാം. അതെ, അമ്മയുടെ മരുന്നിന്റെ കാര്യമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ ഇവിടെ നീ വന്നിട്ടേ പോളൂ, ഇവിടെ ഉണ്ടാവും. നിനക്കെന്താടി, നിനക്കെന്തായാലും കൊണ്ടുവരണോ? എനിക്കൊന്നും വേണ്ട. ഇവിടെ കിട്ടാത്തൊന്നും അല്ലല്ലോ. ഇല്ലില്ല, അവിടെ ഈ കയ്യിൽ പിടിച്ച് സ്റ്റിച്ച് ചെയ്യണ എന്തോ മെഷീൻ ഉണ്ട്, കൊണ്ടുവരാം. അല്ലേ തന്നെ അവക്കിപ്പോ ഒന്നിന്റെ കുറവില്ല. അവക്കെല്ലാം അവിടെ ഉണ്ട്. ആ കൊച്ചിനെ പറഞ്ഞേക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തിന്? വെറുതെ നിങ്ങളെ ദുബായി പോണെന്ന് കൊച്ചിന്റെ ഒരു ദിവസം പഠിത്തം കളയാൻ എന്തിനാണ്? അത് പോട്ടെ, അതിന് ഒരുപാട് പഠിക്കാനുണ്ട്. മക്കളെ, എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. എല്ലാം എടുത്തോണ്ടമ്മ. പാസ്പോർട്ട് എടുത്തില്ലേ? ആ, എല്ലാം ഉണ്ടല്ലോ. നടക്കും. ഇനി വേറെന്താ? വേറെ ഒന്നുമില്ലല്ലോ. വേറൊന്നുമില്ല. അയ്യോ, ഇതെന്താ? തുടങ്ങി ഇനി. ഇതെന്താ അമ്മാവാ? ഞാൻ പോണേലാണോ? ഞാൻ വേഗം വരും. ഞാൻ അവിടെ പോയി കാഴ്ചയൊക്കെ കണ്ടിട്ട് ഓടി വരൂലേ? അവിടെ അത് സാരമില്ല. മതി മതി, ഇനി യാത്രയൊന്നും പറഞ്ഞ കയറ്. കേട്ടോ, മിഠായി കൊണ്ടുവരേ. മൊബൈലിന്റെ കാര്യം മറക്കണ്ട. മൊബൈൽ വാങ്ങിക്കണോന്ന് അമ്മാവന് മൊബൈൽ വേണമെന്ന്. എന്താ അവര് വിഷമം കൊണ്ടാണ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞത് കേട്ടാ. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരണേ അവർക്ക്. ഓ, പിന്നെന്താ? ആർക്ക്? അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങൾ പോയിട്ടൊരു പോറലും ഇല്ലാതെ വന്നാ മതി. ഒരു കാര്യം ചെയ്യടാ, എയർപോർട്ടിലേക്ക് ഞാനും വരാം. വേണ്ടത് ഫാസിൽ അവിടെ അല്ലേ ഉണ്ടോ? ഓ, വാ കേറ് കേറ്. വിളിക്കണട്ടോ. ശരിയപ്പോ അവിടെ പോയിട്ട് വിളിക്കണം. അഞ്ഞു ചെല്ലങ്ങട് പോയിട്ടേ വിളിക്കണം. മോനെ, സൂക്ഷിച്ച് കൊണ്ടുപോ. തിരിച്ചു വരും, നീ നോക്കിക്കോ. ദുബായ് വരെ കൊണ്ടാക്കിട്ട് വന്നുകൂടായിരുന്നോ? വേണ്ടി വന്നാൽ ചിലപ്പോ അതും ചെയ്യും. ആ ബാഗ് കയറി ഇരുന്നാ മതിയായിരുന്നു. കൂട്ടുകാർ കൊണ്ടുപോയാനെ. ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞു? പോക്ക് മുടക്കാൻ വേണ്ടിട്ട് പല നേതാക്കന്മാരെ പണ്ട് പലതും ഒപ്പിച്ചു, ഒന്ന് ചീറ്റി പോയല്ലേ. എന്തിന്? ഇതിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ഇനി ആ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങണം, അവിടെ നിന്ന് തിരിച്ച് വീണ്ടും നമ്മുടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങണം. എന്നാലേ പോയി വന്നു എന്നൊക്കെ പറയാൻ പറ്റൂ കേട്ടോ. എന്താ പോടാ അവിടുന്ന്. കേരളത്തിൽ വിചാരിച്ച് നടക്കാത്ത ഇനിയിപ്പോ നീ ദുബായി പോയി ഉണ്ടാക്കാൻ വേണം. പോടാ കാണാം നമുക്ക്. ഞാനേ ഒന്ന് പുറത്തോട്ട് പോയിട്ട് ഇതാ വരുന്നു. ഉടക്കാൻ പോവുക കേട്ടാ. നീ തിരിച്ചു വന്നെങ്കിൽ വന്നായി. ഇത് തന്നെ ഞാനും പറഞ്ഞത്. അവര് പോയിട്ട് വന്നിട്ട് വന്നെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതല്ല പറഞ്ഞത്. നീ പോയിട്ട് തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്. അതെ, അതെല്ലാവർക്കും ബാധക.
ആവശ്യമില്ല. വിഷമമുണ്ട്. അവള് പോയാനല്ല, കൂടെ പോകാൻ പറ്റാത്തതിന്റെ. എന്തായിരുന്നു പോയ അപ്പ വിളിക്കാം. ആ അപ്പൊ വിളിക്കാം. പോയിട്ട് 7 ദിവസമായി. അവൻ വിശേഷങ്ങൾ പാസിലും വിളിച്ച് പറഞ്ഞിരിക്കുന്നു. എന്റെ വയറ്റ് ഇങ്ങനെ ഒരെണ്ണം പറഞ്ഞല്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവൻ വാ തുറന്നവൻ പിടിച്ച് ജയിലിലിട്ട് കാണും. സംഭവം അത് തന്നെ. എന്തൊക്കെയാണ് നീ പറയണത്? പിന്നെ അല്ലാണ്ട് ഇപ്പൊ ഇന്ന് വരണ വിവരം ഫാസിൽ പറഞ്ഞിട്ടില്ല. അറിയണ ഇപ്പൊ പുള്ളി പിടിച്ചിട്ടാണെങ്കിൽ ഫാസിൽ വരും. ജയിലിലാണെങ്കിലും ഉണ്ടല്ലോ അമ്മ, ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ നാട്ടിൽ വിവരം അറിയിക്കും. എടാ അത് അവന് സുഖമാണെന്നല്ലേ പറഞ്ഞത് വിളിച്ചത്. അതൊന്നും അല്ല, ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളെല്ലാരും മറന്നു. അത് തന്നെ പുള്ളിക്കാരന് അതായി ലോകം. ലോകം മറന്നു, മതി മറന്നു പോയി. ഇപ്പൊ അമ്മ കുറ്റം പറയണ്ട, അമ്മയ്ക്കായിരുന്നല്ലോ ധൃതി, അമ്മാവനുണ്ടായിരുന്നല്ലോ മുമ്പില്. നിങ്ങളെല്ലാരും കണക്കാ. എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വേറെ ലോകത്തും വേറെ സുഖ സൗകര്യം ആവുമ്പോ അച്ഛനും അമ്മാവനൊന്നും വേണ്ട. അമ്മാവ, നമ്മളൊക്കെ ഒരുപാട് ലോകവും ഗൾഫും ഒക്കെ കണ്ട ആൾക്കാരാ കേട്ടോ. ഒരുപാട് ലോകം കണ്ട മനുഷ്യനത് പറയരുത്. അതെ അതെ അതെ, നമ്മളൊന്നും കണ്ടിട്ടില്ല ഇത്. കൊള്ളൻ പെറ്റതങ്ങളെ മറക്കുന്ന ഒരു മക്കളുണ്ടാ ഇങ്ങനെ. അങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ മക്കളുണ്ടെന്ന് മനസ്സിലാക്കിക്കോ അമ്മ. ഞാൻ തിന്ന തീ അവൻ അറിയുന്ന. ഫാസിലിനെ വിളിച്ചു പറഞ്ഞേ. എന്താ കുടുംബത്തെ ആൾക്കാരില്ലേ? അല്ല അമ്മാവൻ എന്തിനാ എങ്ങനെ ഇരുന്ന് വളവള അലക്കുന്നത്? ഇവിടുന്ന് കയറ്റി വിടായി എന്തോരോ ബഹളായിരുന്നു. ബർമുട വെക്ക്, എന്നാ ബർമുട ഇട്, കൂളിംഗ് ഗ്ലാസ് വെക്ക്. അമ്മാനറിഞ്ഞല്ലോ ധൃതി. അസൂയ. അത് പിന്നെ മക്കള് എവിടെയും പോയി നേരെ അവിടെ ഞങ്ങൾക്ക് സന്തോഷം കാണും. അവരും അതുപോലെ കാണിക്കണം. ആ അവിടെ പോകുമ്പോ ഞങ്ങൾ അങ്ങോട്ട് മറക്കുക. ഇപ്പൊ കിട്ടിയല്ല, വരും. വരട്ടെ. വരുമ്പോ ഒരാളൊരു അക്ഷരം മിണ്ടിപ്പോവൻ. നിന്റെ ഉള്ളിൽ കൂടെ പറയുന്നത് മാമാന്ന് പറഞ്ഞോണ്ട് ചാടി ചെല്ലണം ഞാൻ. അയ്യോ, എന്റെ കൊച്ചെ ആവശ്യത്തിന് ഗൾഫ് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. പാലായിൽ എന്റെ കുടുംബത്തിൽ എത്ര ഗൾഫുകാരുണ്ടെന്ന് അറിയാമോ? ചേച്ചിയോടെ പറഞ്ഞു, നീ മകൻ ഗൾഫിൽ നിന്ന് വല്ല വിലപ്പെട്ട സാധനം കൊണ്ട് നോക്കുമ്പോ എന്റെ മോനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലരുത് കെട്ടിപ്പിടിക്കാൻ. അയ്യോ, ഇവിടെ കിട്ടാത്ത സാധനമൊന്നും അല്ലല്ലോ. ഗൾഫിലെ സാധനമൊക്കെ ഇവിടെയും കിട്ടും. പക്ഷെ എന്റെ ഹവീൽദാർ കൊണ്ടുവന്ന് എന്റെ ഒരു അംശാവം കൊണ്ടുവരുമെന്ന് അറിയാമല്ലോ. കൊണ്ടുവരും. പിന്നെ ഹവീൽദാർ ഗൾഫിലല്ലേ യുദ്ധം ചെയ്യാൻ പോയത്. അതൊക്കെ പിന്നെ ആരെടുക്കും പിടിക്കുന്നത്? എന്താണ് ആരൊന്നും ഒരു അനക്കില്ലല്ലോ, ഒരു അനക്കില്ലല്ലോ. ഈ ഗൾഫ് പോകുന്ന ആളുകളൊക്കെ സമ്മതിക്കണം കളിയാ. എന്താ ഫ്ലൈറ്റിലൊക്കെ യാത്ര? ഫ്ലൈറ്റിലെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതപൂർണ്ണമാണ് അളിയാ. എല്ലാ സ്റ്റോപ്പിലും ഇങ്ങനെ നിർത്തിയിട്ടാ ഫ്ലൈറ്റ് പോണത്. ഇവിടെ പോന്നേ ഒരാഴ്ച കൂടി അവിടെ നിന്നിട്ട് പോന്നാ മതിയായിരുന്നല്ലോ. അയ്യോ അത് പറ്റില്ല, വിസയുടെ കാലാവധി കഴിഞ്ഞില്ലേ. എന്താ നിങ്ങളെല്ലാരും ഇങ്ങനെ ഇരിക്കണേ? അല്ല, അതിന്റെ കഥ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ മെനഞ്ഞെടുത്ത കഥയെ കേക്കട്ടെ, പറഞ്ഞോ. എന്നിട്ട് മേളിൽ ബ്ലോക്ക് ഉണ്ടായോ? ബ്ലോക്കില്ല, പക്ഷെ ഏതോ 1-2 സ്ഥലത്ത് ഇങ്ങനെ നിർത്തി വീണ്ടും അല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും എത്ര ഒരു മണിക്കൂർ ഒന്നല്ല, ഒരു 2-3 മണിക്കൂർ ഉണ്ടാവും. 7 ദിവസമായി നീ ഇവിടുന്ന് പോയിട്ട്. ഇങ്ങനെ ഒരു പെറ്റതള്ള ഇവിടെ നിന്ന് നിനക്ക് വല്ല വിചാരം ഉണ്ടായിരുന്ന? നീ എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലടാ. അമ്മയ്ക്ക് ഇതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ. അവനെ പറ്റത് ഫാസിലല്ലേ, അതുകൊണ്ട് അമ്മേനെ വിളിക്കാൻ പറ്റില്ല, ഫാസിലിനെ വിളിക്കാൻ പറ്റുള്ളൂ. ഓ, വിളിക്കാൻ എന്നാ ഈ പറഞ്ഞ എത്ര പ്രാവശ്യം വിളിച്ചു? അമ്മയെ വിളിച്ചു, ഞാൻ അളിയനെ വിളിച്ചു, നിന്നെ വിളിച്ചു. അയ്യോ, എന്നെ വിളിച്ചു അതിന്റെ ഇടയ്ക്ക്. സത്യമായിട്ടും അതെ അമ്മ. അവിടുന്ന് നെറ്റിലാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് വിളിക്കണേ. നെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെ 1 മണിക്കൂർ ഇരിക്കണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നല്ല, അവിടുന്ന് ഫോൺ വിളിക്കാൻ കഴിച്ചു 1 മിനിറ്റിന് 200-300 രൂപ പോകും. ക്ലീറ്റോ ചേട്ടൻ അവിടെ പോയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഒന്നും പറയാം. നിനക്കൊരു തോർത്തങ്ങ് വിളിച്ചിട്ട് തണ്ടായിരുന്നില്ലടാ എന്റെ വീട്ടിലോട്ട് വിളിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞ്. ഇത് എന്താ നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കണേ? അയ്യോ, ഒന്നുമില്ല. ഭയങ്കര വലിയ ഇത് ഉള്ള 2-3 ദിവസം ഇപ്പൊ എത്ര നമ്മള് പോയിട്ട് എത്രയും ഒരാഴ്ചയാ? ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇതെന്തോ 1 കൊല്ലമായ പോലെയാണല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ. നമ്മളൊക്കെ പിന്നെ ഫോണ് ഇങ്ങനൊക്കെ ഉറങ്ങാതെ ഫോണും വെച്ച് ഫുൾ ടൈം ഇരിക്കുവായിരുന്നു, വേറെ വിളിച്ചാൽ കിട്ടാതിരിക്കുക. 7 ദിവസവും റേഞ്ച് പിന്നല്ലേ ഞങ്ങളൊക്കെ ചോറുണ്ടിട്ടാട്ടോ ജീവിക്കണത്. ഇതൊക്കെ പറഞ്ഞാ മനസ്സിലാവും. പറഞ്ഞാ മനസ്സിലാവും. വിവരം ഇതൊക്കെ പോട്ടെ. മിഠായി കൊടുക്ക കൊച്ചിനെ. മിഠായി ഞാൻ കുറച്ചിരിക്കുന്നല്ലോ ഇവിടെ ആരും.
ഏയ് വേണ്ട, നിന്റെ ഈ 2 രൂപ പുളിമുട്ടായിയേ അതിനേക്കാളും നല്ല മുട്ടായി ഞാൻ എൻ്റെ കൊച്ചിന് മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. അച്ചിക്കൊന്ത നിന്റെ വടിയേച്ചു വടി എൻ്റെ മുട്ടായി ഉണക്ക പുളിമുട്ടായി കൊണ്ട് പോന്നേക്കുന്നു. തക്കളെ അമ്മാവനും മിഠായി. അമ്മാവന്റെ ഫോൺ ബുക്ക് ചെയ്തിട്ടുണ്ട്, 1 മാസം കഴിയുമ്പോ വരും. അപ്പൊ ഫോണ് കൊടുത്തിട്ടില്ല അല്ലേ? ഫോണുകള് ബുക്ക് ചെയ്തിട്ടുണ്ട്. 1 മാസം കഴിയുമ്പോ വരും. 1 മാസം കഴിഞ്ഞിട്ട് അവിടുന്ന് ബുക്ക് ചെയ്തിട്ട് അവര് പറഞ്ഞാലെന്താ തെറ്റ്? ഇവിടുന്നാണ് പോകുമ്പോ എന്തായിരുന്നു, അമ്മാവ ഞാൻ അവിടെ എത്തിയത് വിളിക്കാം, അമ്മയെ ഞാൻ വിളിക്കാം. ഇവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ, മോളെ അവിടെ ചെന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ ഇറങ്ങിയ വിവരം വിളിച്ച് പറയണേന്ന്. എവിടെ ചെന്നിറങ്ങിയാല് ചെന്നിറങ്ങിയാലുള്ള കഥ ഗൾഫിൽ ചെന്നിറങ്ങിയാൽ ഉടനെ ഗൾഫിൽ ആരെങ്കിലും പോയിട്ട് വേണ്ടേ? ഗൾഫ് ആര് ഗൾഫിൽ പോയി? പിന്നെ എവിടേക്കാ പോയി നിങ്ങള്? ഞങ്ങള് ഗൾഫിലേക്കൊന്നും പോയിട്ടില്ല. പറഞ്ഞു കൊടുക്കണേ ഞങ്ങള്. ഒരാഴ്ച എന്റെ അച്ഛന്റെ കൂടെ വീട്ടിലായിരുന്നു. അതെന്താ അപ്പൊ എന്താ ഗൾഫ് പോഞ്ഞ്? അത് അവിടെ ചെന്നപ്പോ പോവാൻ പറ്റിയില്ല. എന്തേന്ന്? അത് അമ്മാവ ഈ സിമന്റ് ഡീലർഷിപ്പ് ഉള്ളവരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ, അതറിയാതെ ചുമ്മാ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. കൊച്ചച്ച ഇങ്ങനെ ഒരു പോട്ടം പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പോയത്? അല്ല എന്നാ പിന്നെ ഇപ്പൊ എന്തിനാ 7 ദിവസം പറ്റിയില്ലെങ്കിൽ അപ്പൊ തന്നെ എഴുന്നള്ളില്ലേ? എങ്ങനെ എഴുന്നള്ളും? ആ ഗ്ലേറ്റേഴ്സ് എന്താ അറിയേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇവിടെ അങ്ങനെ പടക്കം പൊട്ടിക്കലാവും. പെട്ടതല്ലേ വിളിച്ച് നിനക്ക് വിവരം പറഞ്ഞുകൂടായിരുന്ന സത്യമായിട്ടും? എന്റെ അമ്മ ഇത് 2-4 ദിവസത്തെ കേസല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഞങ്ങളിട്ട് വരുമല്ലോ. എന്നും കാണുന്നതല്ലേ? അപ്പൊ അവിടെ ആയിരുന്നു കണക്ക്, അത് ഇവിടെ ആണെന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞ എന്താ? വിളിച്ച് പറഞ്ഞ നേരം ഫോൺ വിളിക്കുമ്പോ അറിയില്ലേ? അതന്നെ. പിന്നെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നാത്തിനോട് പറയും. അതോ അതാണ് എന്റെ സ്വന്തം മോളേക്കാൾ കൂടുതൽ മരുമോളെ ഞാൻ സ്നേഹിച്ച്, അതുകൊണ്ടാണ് എനിക്കിത് കേൾക്കേണ്ടി വന്നത്. നിനക്കെങ്കിലും ഒന്ന് പറയാമായിരുന്നു, ഞാൻ ഇവിടെ ഉരുകി തീ നിന്നു എന്നുള്ളതൊക്കെ. ഇനി ഈ നാറ്റൊക്കെ ആരും അറിയാതിരുന്നാ മതി, നിങ്ങളായിട്ട് ഇനി ആരോടും പറയാം. അതെ, ഇനിയിപ്പൊ അത് പറയണ്ട, അവ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതിയാവും. എന്റെ മകൾക്ക് പോവാൻ പറ്റിയില്ല അല്ലേ? അവ ഇത് മുടക്കാൻ വേണ്ടിട്ട് എത്ര നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവും. അതെ സാരില്ല, അപ്പൊ അതാ യോഗമല്ല. അപ്പൊ എന്താ ചെയ്യാ? പറയല്ലേ. അയ്യോ എനിക്കല്ലേ നാണക്കേട് നിങ്ങളെക്കാളും. അല്ല അത് സാരില്ല, ഇനിയിപ്പൊ അവരറിയണ്ട. നിങ്ങളെ ചെന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറും, എന്നിട്ട് വല്ലതും കഴിക്കും. അമ്മാവ ശരിക്കും അമ്മാവന്റെ ഫോൺ അടുത്ത മാസം വരും. എന്താടി ആൾക്ക്? എനിക്ക് ഫോണൊന്നും വേണ്ട, ഞാൻ നിങ്ങൾ പോകുമ്പോ വെറുതെ പറഞ്ഞുള്ളൂ. അതല്ല അമ്മ, എന്റെ അമ്മാവന്റെ മോനില്ലേ ദുബായില്, ചേട്ടൻ വരുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓടി അതൊന്നും വേണ്ട, ചെല് പോയിട്ട് എന്തെങ്കിലും കഴിക്കാതെ. അത് നല്ല മൊബൈലല്ലേ, അമ്മാവിന് ചെറിയ മറ്റേ സാധാ ഫോൺ പോയിട്ട് അത് അമ്മാവന് കൊടുക്കണം. അത് വേണ്ട, ഞാൻ വേറെ വാങ്ങിച്ചു തരാം. നല്ല ഫോൺ വാങ്ങിച്ചു തരുന്നുണ്ട്. മിഠായി ആണോ? ഒന്നും വേണ്ട, ബാഗ് എടുത്തോ. അതാ കുട്ടി കുറച്ച് കഴിഞ്ഞാൽ ആരും കാണാണ്ട് അവൾക്ക് കൊടുക്കും. ബാഗ് എടുത്തോ. എന്തായാലും കഷ്ടമായി പോയി, നാണക്കേടുമായി പോയി. മകൻ ഗൾഫിൽ നിന്ന് കൊടുന്നല്ലേ? ഗൾഫില് തന്നെ. ഓ ആ പെണ്ണിന്റെ ഏറുകാരൻ അത് അയ്യോ, പൊട്ടി. ഇത് കൊച്ചിനിരിക്കട്ടെ. കൊള്ളാമോ? അല്ല ഓറഞ്ച് മിഠായ ഉണ്ടാ, അപ്പൊ പൊട്ടി പൊളിഞ്ഞേ. അപ്പൊ അവളുടെ ദേഷ്യം തുറട്ട് നോക്ക്. ഇതൊരു കഷമൊക്കെ തിന്നാ, ഷോറൊന്നും വരില്ല. അതാ താഴെ കഴിക്കും. ഇത് വച്ചേക്കാൻ കൊച്ചിന് കൊടുക്കാം. അതെ, എന്തായാലും ഇവര് വന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോയാലോ? എന്തിനു നാളെ പോവാ? എന്തിനാ ഇവിടെ ഇരുന്നിട്ട് എയർപോർട്ടിൽ നിന്ന് വരുമ്പോ എന്തായാലും കൊണ്ടിരിക്കരുത്. ദുബായ് തോന്നല്ലേ നാളെ പോവാന്ന്. ഇവരിത് എവിടെ പോയിട്ട് വരുന്നത്? എല്ലാരും ഉണ്ട്, സന്തോഷം. എന്താ പറയുന്നു ദുബായിക്കാരൻ? നിങ്ങളിത് എവിടുന്നാ വരുന്നത്? ഞങ്ങള് ഞങ്ങളുടെ കൊച്ചിന് മിഠായി മേടിക്കാൻ. ഗൾഫ് മുട്ടായി, ഗൾഫ്. ഇവിടെ കടകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും ഇത്. അമ്മ വല്ലതും അറിഞ്ഞോ? എനിക്ക് ചരിത്രം ഞാനറിയാത്ത ചരിത്രം തോന്നണോ അവന്? അല്ല, അമ്മയ്ക്ക് അറിഞ്ഞൂടാത്ത പുതിയ ചരിത്രമൊക്കെ ഉണ്ട് മോന്. അറിയില്ല. ഗൾഫ് കഥ നീ കേൾക്കണ്ട. എന്തറിഞ്ഞു? അറിഞ്ഞിട്ടില്ല ആരും ഒന്നും. അറിഞ്ഞാലേ നിങ്ങളൊക്കെ ഞെട്ടും. ആ കേക്കണോ അമ്മയ്ക്ക്? എനിക്ക് കേൾക്കണ്ട. അമ്മാവന് കേൾക്കണോ? എനിക്കും കേൾക്കണ്ട. അതെ, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ
പിന്നെ എന്താണ് വിഷയം? എന്നാലേ ഈ കഥ ഞങ്ങള് പറഞ്ഞവരറിഞ്ഞില്ലല്ലോ. അറിഞ്ഞാ നിങ്ങൾ ഞെട്ടും. എന്നാ പിന്നെ ഞെട്ടിക്കാ നീ അങ്ങ് പറ. പറയാളിയാ, ഞങ്ങള് ടൗണിൽ വെച്ചപ്പോ മനാഫിനെ കണ്ട്. മനാഫ് ഏത് മനോഫ്? ഞെട്ടിയാ? ആരടാ? അവനൊന്നും അറിയണമെന്നല്ല. നിങ്ങൾ നോക്ക്, അവിടെ ജമന്തിയുടെ കൊച്ചത്തിന്റെ കടയിലെ സെയിൽസ്മാൻ മനാഫ്, സിമന്റ് കമ്പനിയിലെ. സിമന്റ് കമ്പനിക്കാരെ അവരെ കൊണ്ടുപോയില്ല ദുബായില്. കൊണ്ടുപോയില്ലെങ്കിൽ അവൻ പോയില്ല, ശരി, സമ്മതിച്ചു. അല്ലല്ല, അങ്ങനെ പോകാതെ വരുന്നില്ല. അവര് പോയി ദുബായില്. കയ്യിന്ന് പൈസ ചെലവാക്കി, സ്വന്തം കയ്യിന്ന് 2-3 ലക്ഷം രൂപ ചെലവാക്കി അവനും അവളും കൂടെ കറങ്ങാൻ പോയിക്കണ് ദുബായില്. കഷ്ടം. എന്നിട്ട് നമ്മളാരും ഒന്നും അറിയില്ല എന്നാണ് വിചാരം. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ കാണായിരുന്നു. പിന്നല്ലാതെ 2-3 ലക്ഷം രൂപ പൊടി പിടിച്ചിട്ടല്ലേ വന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പച്ച പാവത്തിനെ പോലെ വന്ന് നിൽക്കുക. എന്റെ ക്ലീറ്റ് ഇവിടെ ഉള്ളിടത്തോളം കാലമുണ്ടല്ലോ. ഇതൊന്നും ആരും അറിയാതെ പോവില്ല എന്റെ പൊന്ന് കനക. ഇതും പൊക്കും, ഇതിന്റെ അപ്പുറത്തെ കാര്യങ്ങളും പൊക്കും. പിന്നെ ഇങ്ങനെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി ദുബായി പോണത് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. എങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്നേ പോയനളിയാ ദുബായിക്കാരൻ. എന്റെ മോനെ, ഇതുപോലെ ഒരു ജന്മം. അതെ, ഞാൻ 2-3 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ദുബായിക്ക് പോകുന്നത്. അല്ലടാ, എന്തായാലും നീ ബുദ്ധിമുട്ടിയ കാര്യം ഉണ്ടായി. നീ ഗൾഫ് പോയിന്നല്ല അവൻ കരുതിക്കണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ.